അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ റഹ്മത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളും നമ്മൾ വളരെ തൗഫീഖോടുകൂടെ കഴിഞ്ഞു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥനയിൽ കൊണ്ടുവരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തുലനം ചെയ്തിട്ടുള്ളവരാകാം, മറികടന്നിട്ടുള്ളവരാകാം. ജീവിത സാഹചര്യങ്ങളിലെ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന സമയത്ത് ദോഷങ്ങൾ അറിയാതെ നമ്മിൽ നിന്ന് വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ സാഹചര്യങ്ങൾ അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാകാം. അള്ളാഹു ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കൊക്കെ വലിയ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലും അതല്ലാത്ത ദിവസങ്ങളിലൊക്കെ നാം ഞാനീ പറയുന്നതായ ചെറിയൊരു ദിക്റിനെ എല്ലാവരും ചൊല്ലുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 100 നന്മകൾ അവൻ്റെ കിതാബിൽ എഴുതുമെന്നാണ്. മാത്രമല്ല, ചൊല്ലുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. ഏതാണ് ആ ദിക്ർ എന്നല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന മഹത്തായ ദിക്റിനെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നാം എല്ലാവരും പതിവാക്കാറുള്ളവരുമാണ്. എന്നാൽ ഒരാൾ ദിനംപ്രതി എല്ലാ ദിവസവും 100 തവണ ഇത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ 100 നന്മകൾ അവനക്ക് അല്ലാഹു എഴുതി വെക്കുമെന്നാണ്. മാത്രമല്ല, അവനിൽ നിന്ന് വന്നുപോയ 100 പാപങ്ങൾ, ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതുമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് നിത്യമാക്കുക. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം തന്നനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.